നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം 2024 വിഷു മുതൽ 2025 വിഷു വരെയുള്ള ഒരു വിഷു വർഷത്തെ സമ്പൂർണ്ണ വിഷുബലത്തെ പറഞ്ഞു വരികയായിരുന്നു. അശ്വതി മുതൽ വിശാഖം വരെയുള്ള നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ വിഷുബലത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇന്നതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് അനിഴ നക്ഷത്രക്കാരുടെ ഒരു വർഷത്തെ സമ്പൂർണ്ണ വിഷുബലത്തെ പ്രതിപാദിക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇന്നത്തെ വിഷുബലത്തിലേക്ക് കിടക്കാം. ഇന്ന് അനിഴ നക്ഷത്രക്കാരുടെ ഒരു വർഷത്തെ വിഷുബലമാണ് പറയുന്നത്. ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. എനിക്ക് ക്ഷേത്ര സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ അറിയിക്കുന്ന ഒരു ചാനൽ കൂടിയുണ്ട്. തീർത്ഥയാത്ര എന്നാണ് ആ ചാനലിന്റെ പേര്. ആ ചാനൽ കൂടി ഒന്ന് സന്ദർശിക്കുക, വീഡിയോകളൊന്ന് കണ്ട് പ്രോത്സാഹിപ്പിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് അനിഴ നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ വിഷുബലം പരിശോധിക്കാം. അനിഴ നക്ഷത്രക്കാർക്ക് ദേവത, ഈ ഒരു വിഷു വർഷത്തിൽ ദേവത ബ്രഹ്മാവാണ്. അതുകൊണ്ട് തന്നെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വർഷമായിട്ടാണ് പറയേണ്ടത്. സർവ്വദേവതാ പ്രീതിയാണ് ദോഷപരിഹാരമായിട്ട് ചെയ്യേണ്ടത്. അതായത് എല്ലാ ക്ഷേത്രത്തിലും സർവ്വദേവതകളുടെയും ക്ഷേത്രങ്ങളിൽ പറ്റുന്നത്ര ദർശനം നടത്തുക എന്നുള്ളതാണ്. അനിഴ നക്ഷത്രക്കാർക്ക് വിഷുബലത്തിൽ മധ്യശക്കമാണ്. ലോക ബഹുമാനാദി സ്ഥാനമാനങ്ങളും ജനപ്രീതിയും ഒക്കെ ഫലമായി പറയണം. കൂടാതെ വിശേഷ വസ്ത്രം, ആഭരണം എന്നിവയുടെയൊക്കെ ലാഭം എന്നിവയും ഗുണഫലമായിട്ട് പറയേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് അനിഴ നക്ഷത്രക്കാരുടെ ഒരു വർഷത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ കൂടി പരിശോധിക്കാം. സന്താനങ്ങൾക്ക് വേണ്ടി പണച്ചെലവ് വേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന് കരുതിയിരിക്കുന്ന പല കാര്യങ്ങളും നടപ്പിലാക്കാൻ സാധിക്കുന്ന വർഷമാണ്. എന്നാൽ ശാരീരിക സുഖം കുറയുന്ന സമയമാണ്. വീട്ടിൽ അറ്റകുറ്റപ്പണികളൊക്കെ വേണ്ടി വരുന്ന സാഹചര്യങ്ങളും ഉണ്ടായേക്കാം. പുതിയ ജോലിയൊക്കെ ആഗ്രഹിച്ച് അതിലൊക്കെ നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ജോലിയിൽ പ്രവേശിക്കാനുള്ള സാഹചര്യങ്ങളും വരാം. അടുത്ത ബന്ധുക്കളുമായി തർക്കങ്ങളൊക്കെ നിലനിന്നിരുന്നവർക്ക് അതൊക്കെ രമ്യതയിൽ പോകാനുള്ള സാഹചര്യം ഉണ്ടാകും. കുടുംബസമേതം പുണ്യ സ്ഥലങ്ങളും മറ്റും യാത്രകളൊക്കെ നടത്താനൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. കൂടാതെ തൊഴിൽ സംബന്ധമായിട്ടും യാത്രകൾ ആവശ്യമായി വന്നേക്കാം. ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്ന, രോഗത്തിന്റെ ദുരിതത്തിൽപ്പെട്ട് ഇരുന്ന അനിഴ നക്ഷത്രക്കാർക്ക് അതിലൊക്കെ ശമനമുണ്ടാകാം. ബന്ധുജനങ്ങളിൽ നിന്ന് സഹായ സഹകരണങ്ങൾ ലഭിക്കാം. ജലജന്യ രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. തൊഴിൽപരമായി ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായേക്കാം. അതായത് സ്ഥാനമാറ്റം, സ്ഥലമാറ്റം തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അനാവശ്യമായി മാനസിക ഉത്കണ്ഠയൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതൊക്കെ ഒഴിവാക്കുക. അത്തരത്തിലുള്ള മാനസിക ഉത്കണ്ഠകൾക്ക് മൂലം വീട്ടിലെ സമാധാന അന്തരീക്ഷം മോശമാകാതെ ശ്രദ്ധിക്കുക. എല്ലാ മേഖലയിലും പ്രവർത്തനത്തിൽ വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട്. ബന്ധുജനങ്ങളുമായിട്ട് സമാഗമം ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. ഉദര സംബന്ധമായിട്ടുള്ള വിഷമതകൾ ഉള്ളവർ ഔഷധ സേവ നടത്തുന്നത്, ആയുർവേദ ഔഷധങ്ങളൊക്കെ ശീലിക്കുന്നത് നല്ലതാണ്. അടുത്ത ബന്ധുക്കൾക്കും രോഗ ദുരിതങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. ആഹാര കാര്യത്തിൽ ശ്രദ്ധ കുറയുന്ന സാഹചര്യം ഉണ്ടായേക്കാം. എന്നാൽ അതൊക്കെ ഒന്ന് കരുതലെടുത്ത് മുന്നോട്ട് പോവുക. സർക്കാർ സംബന്ധമായിട്ട് ചില പിഴകളൊക്കെ അടയ്ക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളും വരാം. വ്യവഹാരങ്ങളൊക്കെ നടക്കുന്നവർക്ക് വിജയം കൈവരിക്കാനുള്ള സാഹചര്യമുണ്ട്. മനസ്സിന് സന്തോഷം തോന്നുന്ന പല വാർത്തകളും ശ്രവിക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. മുതിർന്ന കുടുംബാംഗങ്ങൾക്ക് അരിഷ്ടതകൾ ഉണ്ടായേക്കാം. അത്തരം കാര്യങ്ങളിൽ, അവരുടെ കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് അനിഴ നക്ഷത്രക്കാരുടെ വരുന്ന ഒരു വിഷുവർഷത്തെ സമ്പൂർണ്ണ വിഷുബലമായി പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. എന്റെ തീർത്ഥയാത്ര എന്ന ചാനൽ കൂടി ഒന്ന് സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം നമുക്ക് തൃക്കേട്ട നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ വിഷുബലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.